എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആൾ തെറ്റിദ്ധരിപ്പിച്ചു. മറ്റേ പെണ്ണ്. ഇൻസ്റ്റയിൽ ഇവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർ മിസ്യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫോട്ടോസ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ അവൾ പാവമാണ്, അവൾക്ക് കേട്ടപ്പോൾ പേടി തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇൻസ്റ്റയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കുറേ ഫോട്ടോ ഇട്ടപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടപ്പോഴും കുറേ ആൾക്കാർ എന്നെ ലൈക്ക് അടിച്ച് കുറേ പേർ റിക്വസ്റ്റ്, ഞാൻ വരുന്നവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ആർക്കവിടെ മെസ്സേജ് അയക്കാൻ നേരം? ആർക്ക് മെസ്സേജ് അയക്കാനും നേരമില്ല. അപ്പോൾ ഇത് ആക്കി തന്നവൾ ഈ മറ്റവളാ, നമ്മുടെ ഇടയിൽ വന്നവളാണ്, അവളാക്കി തന്നെ. എന്നിട്ട് ഒരു ദിവസം എൻ്റെ ഇത് വാങ്ങിയിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ കിടന്ന ഫ്രണ്ട്സിനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പോരാത്തതിന് സെറ്റിങ്സിലൊക്കെ എന്തോ മാറ്റി വെച്ചു, എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ വേറൊരു പെണ്ണെ കൊണ്ട് അത് മാറ്റി തിരിച്ചൊക്കെ വെച്ചത്. എന്നിട്ട് എന്നും വരുമ്പോഴേ എന്നെ ഇൻസ്റ്റ പിടിച്ച് വാങ്ങിച്ച് നോക്കും. ഇങ്ങനത്തെ നോക്കട്ടെ നിനക്ക് ആരൊക്കെ മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനങ്ങ് കൊടുക്കുമായിരുന്നേ. ഇപ്പോൾ പക്ഷെ അങ്ങനെ കൊടുക്കലൊന്നുമില്ല. പണ്ട് ഞാനിതുപോലെ ഫേസ്ബുക്ക് ഇതുപോലെ ഉണ്ടായിരുന്നപ്പം പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്സപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു പണി കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ കൊടുക്കലില്ല എന്നല്ല, ഇൻസ്റ്റ ഞാൻ അങ്ങനെ അധികം ആയില്ല. ഡൗൺലോഡ് ചെയ്തിട്ട് 2 വർഷം കണ്ടായിട്ടുള്ളൂ ഇൻസ്റ്റ. അതിന് മുന്നേ വാട്സപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുക്കണ്ടായി. ഞാൻ പറഞ്ഞു തരൂല, നിൻ്റെ ഇൻസ്റ്റ തരൂല എന്ന് പറഞ്ഞ് ഇതാക്കി. അപ്പോൾ അവൾക്ക് ദേഷ്യം കൂടാൻ തുടങ്ങി. 100,000 ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അവൾക്ക്. എന്തിനാണ് ഇനി മാത്രം നിനക്ക് ഫേക്ക് അക്കൗണ്ട്? നീ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക്. ഇവള് ഇടയ്ക്ക് ഏതൊരു ചെക്കനെ അങ്ങോട്ട് ചെന്ന് മിണ്ടി എന്തോ ഇഷ്യൂ ഞാൻ അറിഞ്ഞു. ഈ ഇടയ്ക്ക് അങ്ങോട്ട് ചെന്ന് മിണ്ടി പോലും. ഞാനെന്ന ഒരാൾക്ക് അങ്ങോട്ട് ചെന്ന് മിണ്ടാലും പിടിക്കലൊന്നുമില്ല, ഇങ്ങോട്ട് മിണ്ടിയാൽ മിണ്ടും, അത്ര തന്നെ. ഞാനൊരു വര വരയ്ക്കും, അതിനപ്പുറത്തേക്ക് ചെക്കന്മാരെ നയിക്കും. നിന്നില്ലെങ്കിൽ ഞാൻ നല്ല ഡോസ് കൊടുത്ത് ഞാനങ്ങ് വിടും. നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞ് പേടിപ്പിച്ച് കുത്തിത്തിരിപ്പ് കയറ്റി അവൾ എന്നോട് മിണ്ടാണ്ടായി. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മിണ്ടാണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നേ അവൾക്ക് യൂട്യൂബ് ഉണ്ട്, പക്ഷേങ്കിൽ സക്സസ് ആയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ അവൾ സക്സസ് ആവുന്നുണ്ട്. അവളെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. എന്നും അവൾ ഇടുന്ന ഓരോന്നൊക്കെ എടുത്ത് ഞാൻ നോക്കുന്നുണ്ട്. നോക്കുമ്പം സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അവൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നേരത്ത് ഞാനും വേറൊരു പെൺകൊച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നല്ല പ്രൊഡക്റ്റാണ് അവളുടെ പ്രൊഡക്റ്റ്. ഞാനങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ നിന്നവളൊന്നും വാങ്ങിയില്ല. പോരാത്തതിന് എനിക്കാണെങ്കിൽ അവൾ അവിടെ നിന്ന് പോകുന്നേ ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫറായി, അവളെ ഹസ്ബൻഡ് ട്രാൻസ്ഫറൊക്കെ. അങ്ങനെ അവൾ പോകാൻ നിൽക്കുകയായിരുന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, പോകണ്ട, കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 2-3 മണിക്കൂറുള്ള യാത്രയേ ഉള്ളൂ, വേണമെങ്കിൽ അവൾക്ക് വന്ന് വരാം. അപ്പം ഞാൻ പറഞ്ഞു എടി പോകരുത്, പ്ലീസ് പോകുന്നതിൽ എനിക്ക് വല്ലാണ്ട് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് പോകുമ്പോൾ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മിസ്സാവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓക്കെ ആവും, എന്നാലും മനസ്സിലങ്ങനെ തന്നെ നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു കുറേ നിർബന്ധിച്ചെങ്കിൽ ചിലപ്പോൾ അവൾ വന്നേനെ, മനസ്സിലായോ? എന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ട്, അമ്മ എങ്ങനെയും വല്ല ഡേ കെയറൊക്കെ ആക്കി റെഡിയാക്കിയാൽ. അവൾ പോയ സ്ഥലത്ത് ഡേ കെയറൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആ സ്കൂളിലൊക്കെ വിളിച്ച്, അമ്മയ്ക്ക് അറിയാം അവിടുത്തെ പ്രിൻസിപ്പളിനെയും കാര്യമൊക്കെ. അപ്പം ഞാനിങ്ങനെ അവളോട് പറഞ്ഞില്ല, അല്ലാണ്ട് തന്നെ ഇതാക്കി. അമ്മ പറഞ്ഞാൽ നോക്കാം, നീ അത് ഇതാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് മറ്റുള്ള കൂടെ ചേർന്ന് പിന്നെ എന്നോട് മിണ്ടാണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര പഴയ കൂട്ടൊന്നുമില്ല. പിന്നെ ആളുടെ ഒരു ഡീറ്റെയിലും എനിക്കറിയില്ല. ഞാനും അന്വേഷിക്കാൻ പോയൊന്നുമില്ല. പിന്നെ അവളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇത് ഗ്രൂപ്പിലിട്ട് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ഞാനെടുത്തു. പിന്നീട് നോ ഐഡിയ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഫെയിമായി നിൽക്കുന്നു. നല്ലതാവട്ടെ, നല്ല സക്സസ് ആവട്ടെ. കാരണം അവൾ അത്രയും എഫേർട്ട് എടുത്തത് ഇപ്പോഴാണ് സക്സസ് ആയത്. ലൈഫിലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ പണ്ടേ സക്സസ് ആവേണ്ടിയിരുന്നതാണ്, ഇപ്പോൾ സക്സസ് ആവുന്നുണ്ട്. കുഴിത്തിരിപ്പുണ്ടായവൾ അവളെ പുറത്ത് അടിച്ച് എക്സാമൊക്കെ എഴുതിയാൽ മോനിക്കറിയില്ല.
എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അറിയില്ല, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. കാരണം എന്നെ മനസ്സിലാക്കാണ്ട്, എന്നെ അറിയാണ്ട് ഒരു ഫ്രണ്ടിനെ ഞാൻ തിരുത്തിയല്ല മനസ്സിലാക്കേണ്ടത്, അവൾ എന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ ഞാൻ എന്നെ തിരുത്താനും പിടിക്കാനൊന്നും ഞാൻ പോയില്ല. സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. ചാടിച്ചവൾ അവിടെ തന്നെയുണ്ട്, പിന്നെ പോവേണ്ടി വന്നത് അവളുമാണ്. വേറൊരിടത്തേക്ക് പോയി, അവിടേക്ക് പോയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ എന്ത് നൊട്ടേന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടാണെന്നറിയില്ല നമ്മളെ തമ്മിൽ തെറ്റിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മളെ തമ്മിൽ തെറ്റിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് വേറൊരു കാരണവും ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു പെണ്ണിനെ ഇവിടെ അടുത്തപ്പോൾ അവൾക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ അവളോട് അടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പെണ്ണിനോട് സഹതാപമാണ്, അല്ലാണ്ട് സ്നേഹമല്ല. ഇവളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും ആ പെണ്ണിനോടില്ല. അത് ഇവൾ മനസ്സിലാക്കിയില്ല. ഇവൾ പറഞ്ഞു, നിനക്ക് അവളോടാണ് സ്നേഹമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ആ പെണ്ണിനോട് സഹതാപമുള്ളത് എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവൾ വിചാരിച്ചു എനിക്ക് ഇവളോട് സ്നേഹമാണ്. ഒരിക്കലും അല്ല. ഇത് പിന്നെ അവൾ പറഞ്ഞ മാതിരി തന്നെ അവൾക്ക് ഇവളെ ഇഷ്ടമല്ല. അപ്പോൾ അവളെന്നേ പറഞ്ഞു, ഇവൾ ക്രിക്കറ്റ് മൈൻഡാണ്, അവൾ നീ വിചാരിക്കുന്ന പോലെ അല്ലാന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ വിചാരിക്കണ്ട, പാവാണ്, പോട്ടടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സിമ്പതിയാണല്ലോ. അവൾ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. ഇവൾ ക്രിക്കറ്റ് മൈൻഡ് തന്നെയായിരുന്നു. ഞാൻ ഈ പാവം എന്ന് പറഞ്ഞവൾ. പിന്നെ നമ്മുടെ ഇടയിൽ നിന്ന് കളിച്ചവൾ ആയിട്ട് കമ്പനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവളിപ്പോഴും. അതങ്ങനെ ഇരിക്കട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കറിയില്ല ഡീറ്റെയിൽ ഒന്നും. എൻ്റെ ഒരു ഊഹം അവർ തമ്മിൽ കമ്പനി ആയിരിക്കണമെന്നാണ്. ഞാനുമായിട്ട് കമ്പനിയൊന്നുമില്ല. അവളെനിക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു റോസ് ഫ്ലവർ വരച്ചൊരു അവളൊരു റോസാപ്പൂ വരച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിൽ. അതെനിക്ക് തന്നു. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവളുടെ ഓർമ്മയ്ക്കായിട്ട്.